ബോട്ടിനകത്ത് വലിച്ചു കയറ്റിയിട്ട് ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കണം. ആർക്ക് കാരണം ഇവിടെ മൗണ്ട ഇവൾ ആ പൈസ കിട്ടുന്ന ഏതാണ്ട് ഓർത്തോണ്ടാണ് ആ ബണ്ണ് മൊത്തം വലിച്ചു വാരി ലിപ്സ്റ്റിക്കെല്ലാം ഇട്ട് വലിയ രീതിയിൽ വന്ന് വലിച്ചു കയറ്റുന്ന കണ്ടാലും ദൈവമേ നാണം കെട്ട പശുക്കളോ ഈ പോത്തൊക്കെ മാറി നിൽക്കും ഇത് കണ്ടോ. ഹലോ, ഇതിൻ്റെ ഇടയിൽ അനുമോൾക്കെതിരെ ഒരു സ്ത്രീയുടെ സൗണ്ട് അല്ലെങ്കിൽ അവർ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും അവരാണെന്ന് തോന്നുന്നു ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞു വന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഒന്ന് കേൾക്കാം. എനിക്ക് തോന്നുന്നു ഈ സ്ത്രീക്ക് എന്തോ വലിയ കുഴപ്പമുണ്ട്. അന്ന് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, ഈ സ്ത്രീക്ക് എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ട്. അതിൻ്റെയാണ് ഇവരുടെ ഈ പ്രശ്നങ്ങൾ. ഒന്നിക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതിൻ്റെ, അല്ലെങ്കിൽ നല്ല അസൂയ കുശുമ്പ് കഷണ്ടി, അതും അല്ലെങ്കിൽ ഈ എന്താ പറയുക അനീഷിൻ്റെ ഫാൻ, അനീഷ് തലക്ക് കയറി പ്രാന്തായ ഒരു സ്ത്രീ. വലിച്ചു കയറ്റിയിട്ട് ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കണം. ആർക്ക് കാരണം ഇവിടെ മൗണ്ട ഇവൾ ആ പൈസ കിട്ടുന്ന ഏതാണ്ട് ഓർത്തോണ്ടാണ് ആ ബണ്ണ് മൊത്തം വലിച്ചു വാരി ലിപ്സ്റ്റിക്കെല്ലാം ഇട്ട് വലിയ രീതിയിൽ വന്ന് വലിച്ചു കയറ്റുന്ന കണ്ടാലും ദൈവമേ നാണം കെട്ട പശുക്കളോ ഈ പോത്തൊക്കെ മാറി നിൽക്കും ഇത് കണ്ടിട്ട്. എന്നിട്ട് അവൾ അവസാനം ചോദിക്കാം എനിക്ക് ഇതില്ല പോകത്തില്ലെന്ന്. ഏതാണ്ട് 1 കോടി രൂപയോളം കിട്ടി, എന്നിട്ടും ആർത്തി മാറിയില്ല. എന്നിട്ട് വാക്ക് കൊടുത്തതാ ആ നെവിനൊക്കെ അവൾ എത്രയും പൈസ കൊടുത്തേക്കാന്ന്. എന്നിട്ടും അവളത് കൊടുത്തില്ല, PR കൊടുത്തിട്ടില്ല. ഇതെല്ലാം അവള് കള്ളപ്പേരും വാക്ക് പാലിക്കാത്ത കുടുംബവുമാണ്. എന്നിട്ട് അവൾ ചിത്ര ചേച്ചിയുടെ ആ ഗോൾഡ് അത് അവർ കൊടുത്തപ്പോൾ പറയുന്നത് വേണ്ട ചേച്ചി ഞാൻ തമാശ പറഞ്ഞാൽ യുവ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അത് സമ്മതിക്കാതെ ഇവിടെ വില കൂടുകയല്ലായിരുന്നു. ഇവിടെ എന്നിട്ട് ഉള്ളത് കൂടി ആയിക്കോട്ടെ, നീ ഇത് മുഴുവൻ നീ അനുഭവിക്കോ, ഇതിന് 100 ഇരട്ടി നിനക്ക് നഷ്ടം വരും എന്നുള്ളത് നീ മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ അടി ഇവർ ഈ പറയുന്ന ബണ്ണ് വലിച്ചു തിന്നു എന്ന് പറയുന്നത് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിൽ അനുമോളും നിവിനും കൂടെ പോയിട്ടൊരു ടാസ്ക് പോലെ നടന്നൊരു കാര്യങ്ങളാണ്. ആ സമയത്ത് എങ്ങാണ്ടായിരുന്നു ഈ കേസ് ചിത്ര അവർ ആളുടെ കയ്യിൽ നിന്നൊരു മോതിരം, അതായത് ഒരു ഡയമണ്ട് മോതിരം ഊരിയിട്ട് അനുമോൾക്ക് കൊടുത്തായിരുന്നു. അതിനെയൊക്കെ കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത്. 1 കോടി രൂപ കിട്ടിയിട്ടും അവൾക്ക് ആർത്തി തീർന്നിട്ടില്ല, വാക്ക് പാലിക്കാത്ത കുടുംബം എന്നൊക്കെ. മാറ്റിയിട്ട് നീ അതുകൊണ്ട് നീ മൊത്തമായിട്ട് ജീവിക്കുന്നതാണ്. ഇപ്പോൾ ഒരു പുതിയ വിളച്ചിലും കൊണ്ട് വന്നിരിക്കുന്നു. അനീഷിനെ ഞാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞില്ല, 2 വർഷം എനിക്ക് സമയം തരണമെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ അന്ന് മോഹൻലാലിനോട് പറഞ്ഞു എനിക്ക് അങ്ങനെയല്ല ഞാൻ കാണുന്നത്, എനിക്കൊരു സഹോദര ബന്ധം വന്നു. അത് കഴിഞ്ഞിട്ട് അവൾ ഹൗസിനകത്ത് കയറിയിട്ട് ആബില നൂറോട് പറഞ്ഞു എനിക്ക് പുറത്തൊരു പ്രപ്പോസൽ വരുമോ, എനിക്കെന്നതിന് എനിക്കൊരു എല്ലാവരും ചോദിച്ചില്ലേ പിന്നീട് അഭിപ്രായം പറഞ്ഞാൽ മതി ഇതിനൊരു തീരുമാനം. എനിക്ക് ഒത്തിരി നാളത്തേക്ക് എനിക്ക് ഇപ്പം തന്നെ ഒരു സെക്കൻഡ് മതിയില്ല പറയാം. എനിക്ക് ഇഷ്ടമൊന്നുമല്ല, എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിലുള്ള ഒരാളേ അല്ല അനീഷ്. അതൊക്കെ അനുമോളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. ആരിഷ്ടപ്പെടണം ആരിഷ്ടപ്പെടേണ്ട, ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ളതൊക്കെ അനുമോളാണ് തീരുമാനിക്കുന്നത്, അല്ലാണ്ട് ഈ പറയുന്ന സ്ത്രീയല്ല. നിങ്ങൾക്ക് വീട്ടിൽ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് സ്ത്രീയെ, അതായത് ഹസ്ബൻഡായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും, അല്ലെങ്കിൽ മക്കളോ അമ്മായിയമ്മയോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെയോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അവിടെ തീർക്കണം സ്ത്രീയെ, അല്ലാണ്ട് വഴിയിൽ കൂടെ പോകുന്ന എല്ലാവരോടും അത് തീർക്കാൻ നിൽക്കരുത് കേട്ടോ. ഭയങ്കര വൃത്തികെട്ട സ്വഭാവമാണത്. നിങ്ങൾക്ക് അനുമോളോട് ഇത്ര പക. ശരിയാണ്, അനുമോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഞാനും അതിനെക്കുറിച്ച് യോജിക്കുന്നില്ല. എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഒരാളെ ഡിഗ്രേഡ് ചെയ്യണോ? നിങ്ങൾക്ക് എന്തുവാ പ്രശ്നം ശരിക്കും? എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടം, എനിക്ക് അദ്ദേഹത്തെ അങ്ങനെ ചിന്തിക്കാനും പറ്റിയില്ല. പിന്നെ ഇവള് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വന്ന് പ്രപ്പോസ് ചോദിച്ചാൽ പോലും എനിക്ക് അനീഷിനെ ഇഷ്ടമായിരുന്നു. ഇപ്പം ഇവള് അനീഷിന് പ്രേക്ഷകർ മുഴുവനും അനീഷിൻ്റെ കൂടെയാണ്. പിന്നെ ഇവിടെ പുറത്തൊരു മനുഷ്യനും ആവശ്യമില്ലെന്നുള്ളത് കണ്ടപ്പോൾ ഇപ്പം അവൾക്ക് ഈ അനീഷിനോടുള്ള ഇഷ്ടമുണ്ട് എന്ന് പറയുമ്പോൾ ഉള്ളിലൊരു ശതമാനം പോലും ഇഷ്ടമില്ല. അങ്ങനെ പറയുമ്പോൾ പ്രേക്ഷക പിന്തുണ ഇവർക്ക് കിട്ടും. ഇവരെ ഇനാഗ്രേഷന് വിളിക്കും, അല്ലെങ്കിൽ അനീഷിനൊപ്പം വിളിക്കും. വീണ്ടും ഇവർക്ക് യൂട്യൂബേഴ്സ് കൂടും, ഫോളോവേഴ്സ് കൂടും എന്നെല്ലാം ഓർത്ത് 2.5 വർഷം പറയുമ്പോൾ അത്രയും നാൾ ഇവർക്ക് നല്ല മുൾമുനയിൽ നിൽക്കാനോ പ്രേക്ഷക പിന്തുണയോടുകൂടി. അന്നേരം മനുഷ്യർ വിചാരിക്കും അനീഷുമായിട്ട് അവർക്ക് ഇഷ്ടമുണ്ടല്ലോ, അവരുടെ കല്യാണം നടത്തുമായിരിക്കും എന്ന്. എൻ്റെ ജനങ്ങളെ വെറുതെയാണ്. ഇവളെ പോലെ പൊളഞ്ഞ ഒരു വിത്ത് വേറെ ഒരിടത്തുമില്ല. ഇവൾക്ക് അനീഷിനെ അറപ്പും വെറുപ്പുമാണ്. ഇവൾക്ക് വേണ്ടത് ഷിയാസിനെ പോലെയുള്ള. നിങ്ങളോട് വന്ന് പറഞ്ഞോ അനുമോൾക്ക് അനീഷിന് അറപ്പും വെറുപ്പുമാണെന്നൊക്കെ? അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ വിളിച്ച് ചോദിച്ചായിരുന്നോ അനുമോളെ നിങ്ങൾക്ക് അനീഷിനെ ഇഷ്ടമാണോ അതോ വെറുപ്പാണോ എന്നൊക്കെ? അത് പറഞ്ഞതിൻ്റെ ആണോ നിങ്ങൾ ഈ കിടന്ന് ഇവിടെ ഇരുന്ന് പ്രസംഗിക്കുന്നത്? നിങ്ങൾക്ക് ശരിക്കും എന്തുവാ പെണ്ണുമ്പിള്ളേ കുഴപ്പം? ഇത് തന്നെയാണ് ഞാൻ അന്നും ചോദിച്ചത്. നിങ്ങൾക്ക് ശരിക്കും എന്താണ് കുഴപ്പം? വീട്ടിലുള്ള പ്രശ്നങ്ങൾ നാട്ടുകാരുടെ നെഞ്ചത്തോട്ട് കൊണ്ടിടാനുള്ളതാണോ? അതോ നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനി അതോ അല്ലെങ്കിൽ അസൂയ കുശുമ്പ് നേരത്തെ പറഞ്ഞില്ലേ കഷണ്ടി, അതൊക്കെയാണോ? എന്തുവാ ശരിക്കും ചേച്ചിയുടെ പ്രശ്നം? അമ്മച്ചിക്ക് എന്താണ് അമ്മച്ചി പ്രശ്നം? അമ്മച്ചി വല്ല ഡോക്ടറെയും കാണിക്കുന്നത് നല്ലതായിരിക്കും, പ്രത്യേകിച്ച് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നത് പ്രത്യേകിച്ച് നന്നായിരിക്കും. അമ്മച്ചി ഒന്ന് പോയി കാണുക. അമ്മച്ചിയുടെ ഈ അസുഖത്തിന് ഇതൊക്കെ മരുന്നുള്ള അമ്മച്ചി, അതുകൊണ്ടാണ്. ബിഗ് ബോസ് കഴിഞ്ഞ് കപ്പും കൊണ്ട് വീട്ടിലും പോയി. ചില ആൾക്കാർ അവരുടെ ജീവിതം നോക്കി ജീവിക്കാൻ തുടങ്ങി, വേറെ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്താൻ തുടങ്ങി. ഇതൊക്കെ
കഴിഞ്ഞു. എന്നിട്ടും അതേ പിടിച്ച് കയറുന്ന അമ്മച്ചിക്ക് എന്തോ കുഴപ്പമുണ്ട്. അമ്മച്ചി ഒന്ന് കാര്യമായിട്ട് ഡോക്ടറെ കാണുന്ന നന്നായിരിക്കും. അല്ലെങ്കിൽ അമ്മച്ചിയുടെ വീട്ടുകാരാരെങ്കിലും അമ്മച്ചിയുടെ ഈ പ്രവൃത്തികൾ കാണുന്നുണ്ടെങ്കിൽ ഉടനെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടതാണ്. ഇപ്പോൾ കൊണ്ടുപോയാൽ നടത്തിക്കൊണ്ടുപോകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആംബുലൻസ് വിളിക്കേണ്ടി വരും. അതുകൊണ്ടാണ് കേട്ടോ. ശരി എന്നാൽ.